പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ LD ക്ലർക്കിന്റെ ലിസ്റ്റ് വരാത്തതിന്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് തൊഴിൽ വാർത്ത വാങ്ങിച്ചപ്പോഴത്തേക്കും അറിയാനായിട്ട് കഴിഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ LDCയുടെ മെയിൻസ് ലിസ്റ്റ് വരുന്നതിന് മുന്നേ വരാൻ പോകുന്ന ലിസ്റ്റാണ് LDCയുടെ ഷാഡോ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള വാർത്തയാണിത്. അപ്പോൾ LDCയുടെ മെയിൻ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആദ്യം ഷാഡോ ലിസ്റ്റ് വന്നതിന് ശേഷം ഈ ഷാഡോ ലിസ്റ്റിൽ നിന്നുമാണ് LDCയുടെ മെയിൻ ലിസ്റ്റ് വരാൻ പോകുന്നതെന്നാണ് നിലവിൽ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LDCയിൽ നമ്മുടെ LD ക്ലർക്കിൽ ഓരോ ജില്ലയിലും എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വേക്കൻസിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ എന്താണ് LDCയുടെ ഷാഡോ ലിസ്റ്റ് എന്നും എന്തുകൊണ്ട് LDC ഷാഡോ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആദ്യം ഷാഡോ ലിസ്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ മാസം അവസാനത്തേക്ക് സാധ്യതാ ലിസ്റ്റ് വന്നേക്കാമെന്നാണ് നമ്മുടെ തൊഴിൽ വീതിയിൽ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇവർ പറയുന്നതെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കാനൊന്നും കഴിയത്തൊന്നുമില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അറിയിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഷാഡോ ലിസ്റ്റ് എന്ന്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് മെയിൻ പരീക്ഷയുടെ ഷാഡോ ലിസ്റ്റ് PSC ഉടൻ തയ്യാറാക്കുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയവരുടെ ലിസ്റ്റ് കേന്ദ്ര ഓഫീസുകളിൽ നിന്നും ജില്ലാ ഓഫീസുകളിലേക്ക് അയക്കുന്നുണ്ട്. കേന്ദ്ര ഓഫീസ് നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം തുളസി ഹിൽസ് ആണ് നമ്മുടെ കേന്ദ്ര ഓഫീസ്. PSCയുടെ കേന്ദ്ര ഓഫീസ് അവിടെയാണ്. അപ്പോൾ നമ്മുടെ PSCയുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഓഫീസിൽ നിന്നും എല്ലാ ജില്ലാ ഓഫീസുകളിലേക്കും മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എഴുതിയവരുടെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ജില്ലയിലെ സാധ്യതാ ലിസ്റ്റിലും എത്ര പേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതടക്കം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ജില്ലാ ഓഫീസിൽ നിന്ന് ഓരോ ജില്ലാ ഓഫീസുകളിലേക്ക് നമ്മുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് ഓരോ ജില്ലാ ഓഫീസുകളിലേക്കും അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് സാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്നും അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. നമ്മുടെ ഈ ഷാഡോ ലിസ്റ്റ് അല്ലെങ്കിൽ ആദ്യം ഒരു ഷാഡോ ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരിക. ഈ ഒരു ഷാഡോ ലിസ്റ്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും പിന്നെയും എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. മാർച്ച് അവസാനത്തോടു കൂടി തന്നെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. LD ക്ലർക്ക് സാധ്യതാ ലിസ്റ്റാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക. അതിനുശേഷമേ 10th ലെവൽ മെയിൻസ് പരീക്ഷകളിലെ മറ്റ് സാധ്യതാ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം LD ക്ലർക്കിന്റെ ലിസ്റ്റ് തന്നെ ആദ്യം ഉണ്ടാവും. ഈ LD ക്ലർക്കിന്റെ ലിസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ 10th ലെവലിന്റെ ബാക്കി പരീക്ഷകളുടെ ലിസ്റ്റ് ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഉത്തരക്കടലാസ് അസാധുവാക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഒരു പേപ്പറിനെ അസാധുവാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഉദ്യോഗാർത്ഥിയെ തിരിച്ചറിയാൻ കഴിയുന്ന ഏതെങ്കിലും അടയാളം ഉത്തരപേപ്പറിൽ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു ഉത്തരവും രേഖപ്പെടുത്താതിരിക്കുക. കോളം മാറി ഒപ്പിടുക. അപേക്ഷയിലെ ഫോട്ടോയിലും പേരിലും തീയതിയിലും അല്ലെങ്കിൽ രേഖപ്പെടുത്താതിരിക്കുക. പരീക്ഷാ സമയത്ത് ഒറിജിനൽ തിരിച്ചറിയൽ കാർഡ് രേഖപ്പെടുത്താതിരിക്കുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഒരു പേപ്പർ അസാധുവായി പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഉള്ള കറക്റ്റ് ഒഴിവുകളുടെ എണ്ണം നമ്മുടെ ജില്ലാ ഓഫീസുകളിലേക്ക് അയക്കാനും അവിടെ നിന്ന് നമ്മുടെ PSCയുടെ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ഓഫീസുകളിലേക്ക് അയക്കാനുമുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത LD ക്ലർക്കിന്റെ ഒഴിവുകളാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിലവിൽ തിരുവനന്തപുരത്തുള്ളത് 74 ഒഴിവുകളാണ്. 74 ഒഴിവുകളാണ് തിരുവനന്തപുരത്തുള്ളത്. കൊല്ലത്ത് 63 ഒഴിവുകളാണ്. പത്തനംതിട്ട 54 ഒഴിവുകളാണ്. ആലപ്പുഴയാണെങ്കിൽ 32 ഒഴിവുകളാണ്. കോട്ടയത്ത് 40 ഒഴിവുകളാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നിലവിലുള്ളത് നമ്മുടെ എറണാകുളത്താണ്. 105 ഒഴിവുകളാണ് എറണാകുളത്തുള്ളത്. പിന്നെ വയനാടിലാണ് ഏറ്റവും കുറവുള്ളത്. 17 ഒഴിവുകൾ മാത്രമേ നിലവിൽ വയനാടിൽ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കി തൃശ്ശൂർ 65 ഒഴിവുകളാണ്. പാലക്കാട് 61 ഒഴിവുകളാണുള്ളത്. മലപ്പുറത്ത് 61 കോഴിക്കോട് 51 പിന്നെ വയനാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17 ഒഴിവുകളേ ഉള്ളൂ. അതിനുശേഷം പിന്നെ വരുന്നത് കണ്ണൂർ 74 ഒഴിവാണ്. കാസർഗോഡ് 29 ഒഴിവുകളാണ്. ഓക്കെ, എല്ലാം കൂടി ആകെ മൊത്തം 754 പേർക്കാണ് നമ്മുടെ LD ക്ലർക്ക് എന്ന് പറയുന്ന ഈ മെയിൻ ലിസ്റ്റ് വരുന്നത് വഴി ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നിലവിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് എറണാകുളത്ത് തന്നെയാണ്. ഏറ്റവും കുറവുള്ളത് വയനാടാണെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ലിസ്റ്റുകൾ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാര്യം ഇപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ നമ്മുടെ 24ഉം മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും ഉൾപ്പെടെ ഒരുപാട് ചാനലുകൾ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുകയും, കാര്യം നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ തന്നെ ഒരുപാട് ഇവരുടെ ലൈവുകളിൽ ചെന്ന് കമൻറ്റ് ഇടുന്നത് ഒരുപാട് കൂടിയപ്പോഴത്തേക്കും അവർ ശ്രദ്ധിക്കാനിടയാകുകയും ഇതൊന്നൊരു വാർത്തയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഒരു റെഫറൽ കോഡ് ഉണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ 10% മുതൽ 20% വരെ നിങ്ങൾക്ക് അതിന് ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. HPL10 എന്ന് പറയുന്നതാണ് റെഫറൽ കോഡ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. അൺഅക്കാഡമിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കോഴ്സുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെയുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫീസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള ഡിഗ്രി ലെവൽ ജോലിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിലേക്കുള്ള പുതിയ കോഴ്സുകൾ നമ്മുടെ അക്കാഡമി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് ലൈവായിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെയുള്ള ലൈവ് ഇൻട്രാക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സുകളെല്ലാം നൽകുന്നത് കേരള PSCയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ, കോംബോ ഓഫേഴ്സ് ഉൾപ്പെടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും PDF നോട്ടുകളും എല്ലാം നമ്മുടെ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരുപാട് തരത്തിലുള്ള പുതിയ ബാച്ച് കോഴ്സസ് ഇപ്പോൾ നമ്മുടെ അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരംഭം എന്ന് പറയുന്ന പേരിലുള്ള 100 ദിവസത്തേക്കുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ അത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ 100 ദിവസത്തെ കോഴ്സാണ്. അതുപോലെ ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തെ കോഴ്സ്, അത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെതാണ് ദൗത്യം എന്ന് പറയുന്ന കോഴ്സ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ഉയരെ എന്ന് പറയുന്നത് നമ്മുടെ KS എക്സാമിൻ്റെ 180 ദിവസത്തേക്കുള്ള കോഴ്സാണ്. അറിവെന്ന പേരിൽ 120 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള SCRT PSC എക്സാംസിനേക്ക് ആവശ്യമുള്ള SCRT കവർ ചെയ്യുന്ന കോഴ്സുകളാണ് അറിവ് എന്ന പേരിലുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജേതാവ് എന്ന പേരിലുള്ള കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ വരാൻ പോകുന്ന ബിവറേജസ് കോർപ്പറേഷൻ്റെ LD എക്സാംസിലേക്കുള്ള ജേതാവ് എന്ന പേരിലേക്കുള്ള കോഴ്സും പ്രയാണം എന്ന പേരിലേക്കുള്ള HSA പാർട്ട് എക്സാംസിൻ്റെ പ്രയാണം എന്ന പേരിലേക്കുള്ള കോഴ്സുകളും നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് ദിശ എന്ന പേരിലുള്ള നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും CPOയുടെയും എക്സാംസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നമ്മുടെ അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലുള്ള പ്ലസ് ടെസ്റ്റുകൾ, ആവശ്യത്തിൽ കൂടുതലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണിപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം 10 മുതൽ 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ട് നമ്മുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.